നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുവൈറ്റ് അമീർ UAE സൗദി നേതാക്കളുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പ്രാദേശിക സുരക്ഷാ സാഹചര്യം നേതാക്കൾ വിശകലനം ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുമായാണ് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അസബാഹ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് സാഹചര്യം സംഭാഷണത്തിൽ വിശദമായി നേതാക്കൾ ചർച്ച ചെയ്തു. ഇറാനിലെ ആണവ സൗകര്യങ്ങൾ ലക്ഷ്യമാക്കിയ ആക്രമണത്തിൽ കുവൈത്ത് നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എല്ലാ സൈനിക നടപടികളും ഉടനടി നിർത്തണമെന്നും സംഘർഷം പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ സംവാദത്തിന് മുൻഗണന നൽകണമെന്നും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. ഇറാനിയൻ ആണവ സൗകര്യങ്ങളിലെ ആക്രമണത്തിനു ശേഷം പൊതുപരിസ്ഥിതി അതോറിറ്റി അടിയന്തര യോഗം ചേർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ സാധ്യമായ പരിസ്ഥിതി ആഘാതങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കുവൈത്തിലെ വായു, ജലം എന്നിവയിൽ റേഡിയേഷൻ ലെവൽ സാധാരണ പരിധിയിലാണെന്ന് കുവൈത്ത് നാഷണൽ ഗാർഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ കുവൈത്തിലെ ഫ്രഞ്ച് എംബസി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും എംബസി ഔദ്യോഗിക ഹാൻഡിലുകളിലൂടെ നിർദ്ദേശിച്ചു. മേഖലയിലെ സുരക്ഷാസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ കുവൈത്തിലും അയൽരാജ്യങ്ങളിലുമുള്ള ഫ്രഞ്ച് പൗരന്മാർ അധിക ജാഗ്രത പാലിക്കണമെന്നും പ്രകടനങ്ങൾ, ഒത്തുചേരലുകൾ തുടങ്ങിയവ ഒഴിവാക്കണമെന്നും ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴി എംബസി നിർദ്ദേശിച്ചു. എംബസിയുടെ വെബ്സൈറ്റ് വഴി മേഖലയിലെ സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കാനും യാത്രാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ഫ്രഞ്ച് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. നിരവധി അയൽരാജ്യങ്ങളിൽ വ്യോമാതിർത്തി അടച്ചിട്ടുള്ളതിനാൽ വിമാന സർവീസുകൾക്ക് താമസമോ റദ്ദാക്കലോ സംഭവിക്കാനിടയുണ്ട്. അതിനാൽ യാത്രക്കാർ തങ്ങളുടെ യാത്രാ തീയതിക്ക് മുമ്പ് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും എംബസി നിർദ്ദേശിച്ചു. ഇറാൻ, ഇറാഖ്, ജോർദാൻ, ഇസ്രായേൽ, പലസ്തീൻ, ലെബനൻ, സിറിയ എന്നീ രാജ്യങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഫ്രഞ്ച് പൗരന്മാർ തൽക്കാലം യാത്ര ഒഴിവാക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ചാരിറ്റബിൾ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കുവൈറ്റ് സർക്കാർ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചു. ദാനസംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയും നിയമവിധേയമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ചാരിറ്റി സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ഫണ്ട് ശേഖരിക്കുന്നതിനും ക്ലിയറൻസ് നേടുന്നതിനും കർശനമായ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. ചാരിറ്റി ദുരുപയോഗം തടയാനും സംഘടനകളുടെ സാമൂഹ്യ സേവനം ഫലപ്രദമാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. സർക്കാർ അംഗീകാരം നേടിയിട്ടുള്ള ചാരിറ്റി സംഘടനകൾ മാത്രമേ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കുന്ന പദ്ധതികൾ, ക്യാമ്പയിനുകൾ എന്നിവ നടത്താവൂ എന്നാണ് കർശന നിർദ്ദേശം. കൂടാതെ എല്ലാ ധനസംഭരണവും ചെലവുകളും സുതാര്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന സംഘടനകൾക്ക് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. വൃദ്ധരും ഗുരുതര വികലാംഗരും ഉൾപ്പെടെയുള്ളവർക്ക് വീട്ടിൽ നിന്ന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി സഹൽ ആപ്ലിക്കേഷൻ വഴി പുതിയ വീഡിയോ കോൾ സേവനം ആരംഭിച്ചു. ഭവനകാര്യമന്ത്രി ഡോക്ടർ അമ്മാർ അൽ അമ്മാർ പുതിയ സേവനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൃദ്ധരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് ഭവനകാര്യ മന്ത്രാലയവുമായി നേരിട്ട് സംവദിക്കാനാകും വിധമാണ് പുതിയ സേവനം. രജിസ്ട്രേഷൻ, ഡോക്യുമെന്റ് സമർപ്പണം, സർക്കാർ സഹായങ്ങൾക്കായി അപേക്ഷിക്കൽ തുടങ്ങിയ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. ഉപയോക്താക്കളുടെ ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. 60 വയസ്സോ അതിലധികമോ ഉള്ളവർക്കും ശാരീരികമായി സഞ്ചരിക്കാൻ കഴിയാത്തവർക്കും ഈ സേവനം ഉപയോഗിക്കാം. സഹൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു ഉപയോക്തൃ അക്കൗണ്ട് സൃഷ്ടിച്ച് ആവശ്യമായ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്താൽ വീഡിയോ കോൾ സേവനത്തിനായി ബുക്കിംഗ് നടത്താവുന്നതാണ്. ഭാവിയിൽ മറ്റ് സർക്കാർ വകുപ്പുകളും സമാന സേവനങ്ങൾ ആരംഭിക്കുമെന്ന് കരുതപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കേരളത്തിൽ നിന്നുള്ള കുവൈറ്റിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ KECF കുവൈറ്റ് എപ്പിസ്കോപ്പൽ ചർച്ചസ് ഫെലോഷിപ്പ് 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മംഗഫ് ബഥേൽ ചാപ്പലിൽ വെച്ച് നടന്ന യോഗത്തിൽ 2024-25 വർഷത്തെ റിപ്പോർട്ടും 2025-26 വർഷത്തെ ബജറ്റും അവതരിപ്പിച്ചു. 2025-26 കാലത്തേക്കുള്ള പ്രസിഡന്റായി സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയിലെ റവറൻ ബിനു എബ്രഹാമിനെയും വൈസ് പ്രസിഡന്റുമാരായി റവറൻ CD സാമുവൽ, സെന്റ് മേരീസ് യാക്കോബായ ഇടവക, എബ്രഹാം P തോമസ് എന്നിവരെയും സെക്രട്ടറിയായി ബാബു കോശി വാഴയിൽ, ട്രഷറർ ആയി എബിൻ T മാത്യു എന്നിവരെയും തെരഞ്ഞെടുത്തു.
കൂടാതെ വിവിധ ഇടവകളിൽ നിന്നുള്ള 17 പേർ അടങ്ങിയ വർക്കിംഗ് കമ്മിറ്റിയെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.